സങ്കുചിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഫ്രെയിംവർക്കിന്റെ അകത്ത് നിർത്താൻ പറ്റാത്ത ഒരാളാണ് ശശി തരൂർ. ഏത് പാർട്ടിയിൽ പോയാലും അദ്ദേഹം ഒരു ബാധ്യതയായി തീരില്ലേ? ഒരിക്കലുമില്ല. ഉം. അദ്ദേഹത്തെ വളരെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ അറിയാവുന്ന ആളുകളുടെ അടുത്ത് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അദ്ദേഹത്തിന് കുറച്ചും കൂടി പറ്റിയ പാർട്ടി യഥാർത്ഥത്തിൽ CPM പോലെയുള്ള പാർട്ടികളാണ്. കാരണം അവിടെ പോയി അദ്ദേഹത്തെ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പിണറായി വിജയനോ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ ഒക്കെ തീരുമാനിച്ചാൽ പിന്നെ അതിനും അപ്പുറത്തേക്കുള്ള ഒരു അവസരങ്ങളൊന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വരില്ല. കടുത്ത അപമാനങ്ങളും നേരിടേണ്ടി വരില്ല. നമ്മൾ ഈ ശശി തരൂരിനെ കാണുമ്പോൾ ഗൗതമൊക്കെ കാണുന്നത് ശശി തരൂർ എന്ന് പറഞ്ഞ ഏക ആളായിട്ട് മാത്രമാണ്. ശശി തരൂർ മാത്രമല്ല ഗൗതം, നേരത്തെ ഈ പറയുന്ന ഒരു 23ഓളം വരുന്ന നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പ്രശ്നമുണ്ടാക്കിയത് നമുക്ക് എന്ത് ചെയ്യാം അറിയാം. അവർ പ്രത്യേക ഗ്രൂപ്പായി ചേർന്നവരെ അറിയാം. അവരിൽ എത്ര പേരുണ്ടായിരുന്നു? ഗുലാം നബി ആസാദ് എണ്ണപ്പെട്ട ഒരു നേതാവായിരുന്നു, ഇല്ലേ? കപിൽ സിബൽ എത്രയാണ്? അദ്ദേഹത്തിനോട് ടെലിഫോണിലൂടെ ഒരു അഡ്വൈസ് ചോദിക്കുന്നതിന്, നിയമപരമായ അഡ്വൈസ് ചോദിക്കുന്നതിന് 5 ലക്ഷം രൂപ കൊടുക്കണം. നേരിട്ട് കാണുന്നതിന് 15 ലക്ഷം രൂപ കൊടുക്കണം. ഒരു സിറ്റിങ്ങിന് ഏതാണ്ട് 10, 15, 20 ലക്ഷം രൂപ എന്ത് ചെയ്യണം? ഒരു സിറ്റിങ്ങിന് കൊടുക്കണം. അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ ഫ്രീ ആയി കിട്ടുമായിരുന്നു കപിൽ സിബലിനെ എന്ത് ചെയ്താൽ, കൂടുതൽ നിർത്തിയാൽ. പക്ഷെ കോൺഗ്രസിന് നിർത്താൻ കഴിഞ്ഞില്ല. PS സാങ്മ, ഇത് ശരത് പവാർ, ഇത് നിരവധി നേതാക്കന്മാർ ഇതിനു മുമ്പേ അവരെ വിട്ടുപോയവരാണ്. അപ്പൊ ആ കൂട്ടത്തിലേക്കുള്ള ഒരാളാണ് ശശി തരൂർ. ശശി തരൂർ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയേക്കാൾ, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വലിയ റൈറ്ററാണെന്നൊക്കെ നമുക്കറിയാം, അദ്ദേഹത്തെക്കാൾ ഗംഭീരമായി കാര്യങ്ങളെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന ഒരാളുടെ ഒരു ശക്തിയെ, കഴിവിനെ, മിടുക്കിനെ ഒക്കെ തന്നെ വളരെ കൃത്യമായി കോൺഗ്രസ് പലപ്പോഴും ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള. ദുബായിൽ ഒരു വ്യവസായിയായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അപ്പൊ ആ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് CPM-ലേക്ക് അടുപ്പിക്കാനുള്ളതാണെന്നാണ് മാധ്യമങ്ങൾ നൽകുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഷെയ്ക്ക് ഹാൻഡിന് കൊടുത്തപ്പോൾ സ്വീകരിച്ചില്ല. രാഹുൽ ഗാന്ധി അപമാനിച്ചു ശശി തരൂരിനെ. അല്ല, ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പം രാഹുൽ ഗാന്ധിക്ക് നാളെ ശശി തരൂർ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ള ടെൻഷനൊന്നും ആവശ്യമില്ല. കാരണം അത് അത്ര പോകുന്നൊരു നേതാവൊന്നും അല്ല ശശി തരൂർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള കോൺഗ്രസ്സുകാരെ മുഴുവൻ തന്നെ വലിയ ആഹ്ലാദത്തിലാക്കാനോ അവരുടെ മുഴുവൻ അംഗീകാരം കിട്ടുന്ന ഒരു നേതാവൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സ്റ്റേച്ചറിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല, അദ്ദേഹത്തിന് ഒരു കുഴപ്പവും സംഭവിക്കാനില്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഗൗതം, രാഹുൽ ഗാന്ധിയുടെ വളരെ അടുത്ത് നിൽക്കുന്ന, ചുറ്റും നിൽക്കുന്ന നിരവധി ആളുകൾക്ക് ഇപ്പം ശശി തരൂരൊക്കെ അങ്ങോട്ട് കയറുന്നത് വലിയ അലോസരമുണ്ടാകും. കാരണം അവരെക്കാൾ ഗംഭീരമായി പല കാര്യങ്ങളിലും കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിമനോഹരമായി ഈവൻ നരേന്ദ്രമോദിയെ പോലും എന്ത് ചെയ്യാനും എതിർക്കാനും ഒക്കെ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നരേന്ദ്രമോദി പറയുന്നത് പോലെ തന്നെ നാഷണൽ ഇന്റർനാഷണൽ ലെവൽ റീച്ചും കിട്ടും. അപ്പോൾ അത്തരത്തിൽ പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ലെവൽ റീച്ചും കിട്ടും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവാണ്. പക്ഷെ അദ്ദേഹത്തെ പലപ്പോഴും ഉപയോഗപ്പെടുത്തിയില്ല. നിലമ്പൂരടക്കം അല്ലെങ്കിൽ നിരവധി സ്ഥലങ്ങളിലടക്കം ഒരു സ്റ്റാർ ക്യാമ്പയിനറായി പോലും അദ്ദേഹത്തെ കൊണ്ടുവന്നില്ല. പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, അദ്ദേഹം വന്ന് നിലമ്പൂർ ജംഗ്ഷനിൽ ഇറങ്ങി ബസ്സിനിറങ്ങി വന്നിട്ട് അങ്ങനെ നേരെ പ്രസംഗിച്ചിട്ട് പോയാൽ പോരെ, വിളിച്ചിട്ട് വേണോ വരാൻ, സ്വന്തം വീട്ടിലെ കല്യാണത്തിന്, ഇതൊക്കെ എന്ത് ചെയ്യാം. 4 തവണ തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസ് ജയിച്ച് പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയത് ശശി തരൂർ ഉള്ളത് കൊണ്ട് മാത്രമാണ്. UDF അല്ലെങ്കിൽ പുഷ്പം പോലെ അവിടെ താമര വിരിയായിരുന്നില്ല. അല്ല ശരി, അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശശി തരൂരിനെ 13 കൊല്ലം മുമ്പ് ഈ പറയുന്ന പാർട്ടിയിലേക്ക് വരുമ്പോൾ കൃത്യമായി കോൺഗ്രസ് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്ക് തർക്കമില്ല. ശശി തരൂരിന് നിരവധി സൗകര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. വലിയ ലോങ് റോപ്പും കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും മോദിയെ പുകഴ്ത്തിയിട്ടും എതിരാക്കിയിട്ടൊന്നും അവർ നടപടി എടുത്തിട്ടില്ല. കാരണം നടപടി എടുത്താൽ ഒരു രക്തസാക്ഷി പരിവേഷത്തോടെ അദ്ദേഹം പോകുമെന്ന് കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയം, പിന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന വാചകം ഒന്നും അറിയാം, അദ്ദേഹം BJP-യിലേക്ക് പോകുന്നതാണ്. അദ്ദേഹത്തിന് ഒരിക്കലും BJP-യിലേക്ക് പോകാൻ കഴിയില്ല. അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അറിയാഞ്ഞിട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും ഇന്ന് ലോകം മുഴുവൻ വായിക്കപ്പെടുകയും അദ്ദേഹം വയമേ ഹിന്ദു മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള പുസ്തകങ്ങൾ മുതൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിൽ പലതും അടിയന്തരാവസ്ഥ കാലത്തൊക്കെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശിച്ച കാര്യം തന്നെയാണ് കഴിഞ്ഞ തവണ അദ്ദേഹം വീണ്ടും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആളുകൾക്ക് ഇതൊക്കെ പൊതുവായിട്ട് തോന്നുന്നു, ഇപ്പോൾ വാർത്തയായിട്ട് തോന്നുന്നൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, അത്തരത്തിൽ സ്വന്തം നിലപാടുകളെയും ഇന്നലെ വരെ ഉണ്ടായിരുന്ന തന്നെയും തന്നെ മൊത്തത്തിൽ റദ്ദ് ചെയ്തുകൊണ്ട് BJP-യിലേക്കൊന്നും പോകൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നൊരു കാര്യമില്ല, സാധിക്കുന്നൊരു കാര്യമില്ല. സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിന് സാധിക്കുന്നൊരു കാര്യം ഇടതുപക്ഷം പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് പോവുകയാണ്. പോയാലും നമ്മൾ ഇനി അത്ഭുതപ്പെടേണ്ടതില്ല. യഥാർത്ഥത്തിലുള്ള വിസ്മയം സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ അതായിത്തീരാം എന്നുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഗൗതത്തിനോട് പറയാം, ശശി തരൂർ ഇപ്പോഴും വളരെ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല. അപ്പം എത്തിയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സ്ഥാനം കൊടുക്കും? മുഖ്യമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന് ഏറ്റവും കുറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നത്. അതൊന്നും കൊടുക്കൽ സാധ്യമാകുന്ന കാര്യമല്ല.
പക്ഷേ ഭരണപരിഷ്കാര കമ്മീഷൻ പോലെയുള്ള ചില സാധ്യതകൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ എന്ത് ചെയ്യാം, തുറന്നിടാം. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ശശി തരൂരിനെ പോലുള്ള ആൾക്ക് ഈ ഭരണത്തിലേക്ക് കുറച്ചുകൂടി കൂടുതലായി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നും അതിൽ കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലോകം മുഴുവൻ ഉണ്ടാക്കിയ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം അത്തരത്തിൽ പല സ്വപ്നങ്ങളുമുള്ള വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് ശശി തരൂരൊക്കെ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാം, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ ഏറ്റവും ഏതാണ്ട് ഒരു ഘട്ടങ്ങളിലൂടെ, ഏതാണ്ട് ഒരു ലാസ്റ്റ് എന്ന് പറയാവുന്ന ഘട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഓപ്ഷൻസും അത്തരം ചർച്ചകളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അല്ല, ശശി തരൂര് രാഷ്ട്രീയം എങ്ങനെ ആയിരിക്കണം എന്ന് ആൾക്കാർ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുകയല്ലേ. ഇപ്പൊ സാധാരണക്കാർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം മോദിയെ പുകഴ്ത്തുന്നു ചില സന്ദർഭങ്ങളിൽ പിണറായി വിജയനെയും CPM-നെയും പുകഴ്ത്തുന്നു. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു കോൺഗ്രസ്സുകാരനായി നിൽക്കെ എങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല, അതിന്റെ നിരന്തരമായിട്ട് എതിർത്തുകൊണ്ടേയിരിക്കുക. അടിപൊളിയായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ശശി തരൂരിന്റെ ഇതിനിടയിൽ വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇതാണ്, വളരെ വിലപ്പെട്ട വാക്കുകളാണ്. അവർ ഡെമോക്രസി ഡിസേർവ്സ് എ ലെജിസ്ലേച്ചർ ദാറ്റ് ഈസ് നോട്ട് എ ബാറ്റിൽ ഗ്രൗണ്ട് ഓഫ് ഈഗോസ് ബട്ട് എ വർക്ക്ഷോപ്പ് ഓഫ് ഐഡിയാസ്. ദ ടൈം ടു റിസ്റ്റോർ പാർലമെന്റ്സ് ഡിഗ്നിറ്റി ഈസ് നൗ എന്നാണ് ശശി തരൂർ പറയുന്നത്. അതാണ് ശശി തരൂരിന്റെ കുഴപ്പവും ഗുണവും. കാരണം അദ്ദേഹം പറയുന്നത് ഇത് ആശയപരമായ ഒരു സംഘടനമായിരിക്കണം, അല്ലാതെ നമ്മളുടെ ഈഗോയോ മറ്റ് വ്യക്തിപരമായ കാര്യങ്ങളൊന്നും സ്പർശിക്കരുതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ, ഈ ശശി തരൂർ യഥാർത്ഥത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും പൊളിറ്റിക്സ് അല്ല അറിയാവുന്നത്. പകരം അറിയാവുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലെ പൊളിറ്റിക്സാണ്. അവിടെ ഇപ്പോൾ ബ്രിട്ടനിലോ UK-ലോ അല്ലെങ്കിൽ ഡെൻമാർക്കിലോ സ്വീഡനിലോ മറ്റു പല രാജ്യങ്ങളിലോ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്സാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയിട്ട് ഇപ്പോൾ ബോറിസ് ജോൺസൺ രാജിവെക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇപ്പോൾ കാനഡയിലെ പ്രധാനമന്ത്രിയെ മാറ്റുന്നത് ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ്. അതായത് ആ പാർട്ടിക്കുള്ളിലുള്ള ആ ജനങ്ങൾ തന്നെ, അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്ത ജനങ്ങളുടെ അടുത്ത് തന്നെ ഒരു അതൃപ്തി ഉണ്ടാകുമ്പോൾ ആ പാർട്ടി മാറ്റാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഗൗതം, അത്രമാത്രം ഉന്നതമായിട്ടുള്ള ഒരു ജനാധിപത്യ ബോധത്തിലേക്ക് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. കേരളവും ഇന്ത്യയും ഒന്നും അത്തരം ജനാധിപത്യ ബോധത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ നമുക്ക് കുറച്ചും കൂടി ഉണ്ടായിരുന്ന ജനാധിപത്യ ബോധം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണെന്നും അത് പുറകോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്ന നമ്മുടെ ശശി തരൂർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തരൂരിന് കയ്യടി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന KM ഷാജിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും ഒക്കെ എന്ത് കിട്ടും, കയ്യടി കിട്ടും. മനസ്സിലായ? രാഹുൽ മാങ്കൂട്ടം ഇടോ പിണറായി വിജയ എന്നൊക്കെ വിളിച്ച്, ഇപ്പൊ ജയിലിൽ കിടന്ന് വിളിക്കില്ല, പക്ഷെ പുള്ളി വിളിച്ചപ്പോഴത്തേക്കും ഇടാ വാഴയാണ് ഇരിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ ആഹാ കൊള്ളാം എന്ന് പറഞ്ഞ് കയ്യടി. നമുക്ക് ഈ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ നിലവാരം എത്ര ഉണ്ട്, മനസ്സിലായ? ഇത് തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട നികേഷ് കുമാർ സംസാരിക്കുന്നുണ്ട്. നികേഷ് അങ്ങനെ സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല, പക്ഷെ നികേഷ് സംസാരിക്കുന്നുണ്ട്, എടാ സുധാകര നിന്നെ കൊല്ലാൻ നിന്റെ പുറകെ വരുന്നത് നിന്റെ അടികൾ തന്നെയാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്. രസകരമാണ് ആ പ്രസംഗം. കാരണം മറ്റേ കൂടോത്രം ചെയ്യുന്നതിനെ കളിയാക്കിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ എടാന്നൊക്കെ വിളിച്ചു, ഈ എടാന്നൊക്കെ വിളിക്കുന്നത് നികേഷ് പോലും ഇഷ്ടപ്പെട്ട് ഇതായിരിക്കില്ല. പകരം അങ്ങനെ നമ്മൾ ഭയങ്കര ആക്രോശത്തോടെയൊക്കെ നമ്മൾ ആക്രമിക്കുമ്പോഴാണ് ജനത്തിന് എന്ത് ചെയ്യുന്നത്, ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായി? ബാൽ താക്കറേനെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നത്, അതുപോലെ ഈ പറയുന്ന അവരുടെ ഇപ്പൊ അദ്ദേഹത്തിന് അനന്തരവനെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് പലപ്പോഴും എന്നാണ് ഇത്തരം കാര്യങ്ങളാണ്. അവർക്ക് റീൽസ് ഇടാനും അവർക്ക് ഈ പറയുന്ന പോലെ ബാക്കിയുള്ളത് ഉണ്ടാകാനൊക്കെ എന്ത് കിട്ടും. ആ സമയത്താണ് പാവം ഈ പറയുന്ന നമ്മുടെ ശശി തരൂർ എന്ന് പറയുന്നത് നിങ്ങൾ ആശയപരമായ സംഘടനമായിരിക്കണം, അത് വളരെ മെറിറ്റോടുകൂടി നടത്തണം, എതിരാളികൾ നല്ലത് ചെയ്താലും പറയണമെന്ന്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. അതായത് എതിരാളികൾ നാളെ ഒരു കേക്ക് മുറിച്ച് നമ്മുടെ വായി വെച്ച് തന്നാൽ പോലും നമ്മൾ പറയണം, എടാ നീ ഈ കേക്ക് മറ്റേ അപ്പുറത്തോനെ കട്ടണ്ട് വന്നാൽ എടാ അതെന്ത് ചെയ്യണം പറയണം. എന്നിട്ട് രഹസ്യമായിട്ട് രാത്രി വിളിച്ച് പറയണം, ചേട്ടാ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, ഒരു പഞ്ചിന് വേണ്ടി പറയാന്ന് പറയണം. അല്ലാതെ നമ്മൾ മറ്റേ അണികളുടെ മുമ്പിൽ പറഞ്ഞാൽ എന്ത് പറ്റും, മനസ്സിലായ? ഒന്നുകിൽ ആളുകൾ അപഹസിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവനെതിരെ ആക്രോശിക്കണം. PK നായനാരുടെ ജനത്തിന് ഇഷ്ടമായിരുന്നു. എന്താ കാര്യം? നീ ഏത് കടലാസ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഏത് കടലാസാന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാൻ മനോരമ, നീ പിന്നെ മനോരമക്കാരൻ അങ്ങനെ പറയുമല്ലോ എന്നെന്ത് ചെയ്യും, ആ ഒരു രസത്തിൽ തമാശ പറയും. അപ്പൊ ഒന്നില്ലെങ്കിൽ കളിയാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ദേഷ്യപ്പെടുക, ഇല്ല നിങ്ങൾക്ക് മറുപടി ഇല്ലെന്ന് പറയുക. മനസ്സിലായി? അപ്പൊ ഇത്തരം കാര്യങ്ങളെ വൈറലാവുള്ളൂ. നമ്മൾ നെഗറ്റീവ് നിന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. പാവം ശശി തരൂരിന് അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ശശി തരൂർ പറയുന്നത് വളരെ പോസിറ്റീവായി എന്ത് ചെയ്യും, സ്റ്റാർട്ടപ്പ് മിഷനുകൾ തുടങ്ങി മറ്റേ P രാജീവിനെ എന്ത് ചെയ്യണം, അഭിനന്ദിക്കണം. അറ്റ് ദ സെയിം ടൈം മോദി ചെയ്തൊരു നല്ല കാര്യം എന്ത് ചെയ്യണം, അഭിനന്ദിക്കണം. ഇപ്പൊ ഞാനക്കടക്കം ഫേസ് ചെയ്തൊരു കാര്യമാണ്. ഞാൻ മോദിയെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നീ മോദിയെ കുറിച്ച് എങ്ങനെ നല്ലത് പറയുന്നേക്കും. മോദി എന്ന് പറയുന്ന ഒരാള് എല്ലാ മോശവും ഉള്ള ഒരാളല്ലല്ലോ.
എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇല്ലാതെ ഒരാൾക്ക് ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ ഞാൻ പിണറായി വിജയനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ ചോദിച്ചപ്പോൾ താങ്കൾ അത്ഭുതപ്പെട്ടു. അപ്പൊ പിണറായി വിജയൻ അങ്ങനെ പറയരുത് എന്നുള്ളതാണ്. കുറെ പേര് എന്റെ സുഹൃത്തുക്കളൊക്കെ കൊടുക്കും അങ്ങനെ നിങ്ങൾ പിണറായി വിജയനെ കുറിച്ച്. പിണറായി വിജയൻ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഇല്ലാത്ത ഒരാളാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവോ? ആവോ? വെറുതെ ഇരുന്ന കൂടെ 10 പേരുടെ ഒരു സ്ഥാപനം വേണ്ട, 25-30 പേരുടെ ഒരു സ്ഥാപനം നടത്തുന്നത് പോലും അസാമാന്യമായ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം ഞാൻ നികേഷിനെ കുറിച്ച് പറഞ്ഞു. നികേഷിന്റെ എനിക്ക് വലിയ ബഹുമാനാണ്. ഞാൻ നികേഷോട് പറയണ്ടേ, ഞാൻ നിങ്ങളെ ഭയങ്കര ബഹുമാനാണ്. അത് ഒരൊറ്റ കാര്യത്തിലാണ്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ശമ്പളം കൊടുക്കാനില്ലാത്തപ്പോഴും ജനറേറ്ററിന് എന്ത് ചെയ്യാൻ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാത്തപ്പോഴും ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ശമ്പളം കൊടുക്കുമെന്ന പ്രതീക്ഷയിൽ ഈ സ്ഥാപനം നന്നാകുമെന്ന പ്രതീക്ഷ കൊടുത്തുകൊണ്ട് ആളുകളെ പറഞ്ഞ് പിടിച്ചു നിർത്തി ജോലി ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് അസാമാന്യമായി മിടുക്കണ്ടെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ. മനസ്സിലായ? എന്റെ സ്വപ്നം നിങ്ങളുടേത് കൂടി ആക്കി മാറ്റാൻ പറ്റിയാലേ നിങ്ങൾ എൻ്റെ ഒപ്പം എന്ത് ചെയ്യുള്ളൂ, നിൽക്കുള്ളൂ. മനസ്സിലായി? ഒസാമ ബിൻ ലാദനെ ഞാൻ എതിർക്കുന്നതാണ്. പക്ഷെ ഒസാമ ബിൻ ലാദനൊപ്പം മരിക്കാൻ വരെ തയ്യാറായ ആളുകളുണ്ട്. മനസ്സിലായി? വേലുപ്പിള്ള പ്രഭാകരനൊപ്പം ആളുകളുണ്ട്. ആ ക്വാളിറ്റി നമ്മൾ കാണാതിരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്തരം ക്വാളിറ്റീസിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് മിണ്ടിപ്പോയാൽ പോലും ഭയങ്കര അസഹിഷ്ണുത. ശരി, അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റും കൂടിയുണ്ട്. അദ്ദേഹം പറയുന്നത് രാജ്യമാണ് വലുതെന്നും പറയും. ഏതാ? രാഷ്ട്രീയത്തെക്കാളും വലുത് രാജ്യമാണ് എന്നുള്ള നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് പോലും ശശി തരൂര് ഈ പറയുന്ന അതൊക്കെ ശശി തരൂരിന്റെ തന്ത്രങ്ങൾ കൂടിയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശശി തരൂരിന് ഇപ്പൊ അറിയാം, ഇപ്പൊ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടി അതാണ് എന്നുള്ളത് കൊണ്ടും രാജ്യത്തിന് ഒരു ഉപകാരം ഉണ്ടാവുമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, റഷ്യക്ക് വേണ്ടിയും അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും, പോകും എന്നൊക്കെ പറയുന്നതൊക്കെ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു തന്ത്രം കൂടിയാണ്. ആ തന്ത്രം ഒട്ടുമില്ലെങ്കിൽ രാഷ്ട്രീയത്തിനകത്ത് നിന്നല്ല, ഈവൻ ഐക്യരാഷ്ട്രസഭയെ പോലും അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ എല്ലാ രാഷ്ട്രീയക്കാരും എന്ത് ചെയ്യും, പ്രയോഗിക്കും എന്നുള്ളതിൽ കവിഞ്ഞ് അതിന് വലിയ അടിസ്ഥാനമൊന്നും കൊടുക്കണ്ട. അത് ഇവിടെ നിന്ന് തന്നെ എന്തോരം പേര് സംഘികളൊക്കെ കരയുന്നുണ്ട് നേഷൻ ഫസ്റ്റ് ആണെന്ന്. നാളെ അമേരിക്കയിൽ ന്യൂയോർക്കിൽ ഞാൻ 5 കോടി രൂപയുടെ പാലസും തരാം, അവിടെ ഒന്ന് താമസിക്കുമോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും പോകാതിരിക്കും? ആരെങ്കിലും പോകാതിരിക്കുമോ? എത്ര പേര് പോകാതിരിക്കും? ഗൗതം പോകാതിരിക്കും? എനിക്കറിയില്ല. ഗൗതം പോകാതിരിക്കുമെന്ന് വേണമെങ്കിൽ പറഞ്ഞോ. പക്ഷെ ഈ ചുറ്റുപാടും കേട്ടിരിക്കുന്ന ക്യാമറക്കാരൻ തന്നെ വിശ്വസിക്കില്ല. കാരണം എന്താ അറിയാമോ, രാഷ്ട്രത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും ഇവിടെ. എന്റെ പൊന്നു ഗൗതം, ഞാൻ ചോദിച്ചത് പോകാതിരിക്കുന്ന 140 കോടി ജനങ്ങളിൽ 140 പേര് പോകാതിരിക്കുക എന്നുള്ളതല്ല. ഈ പറയുന്ന മറ്റേ ഞാൻ ഭയങ്കര രാജ്യസ്നേഹിയാണ് എന്ന് പറയുന്ന ആളെ തന്നെ ഈ പറയുന്ന പോലെ അതിൽ എത്ര പേര് പോകാതിരിക്കുമെന്ന് വെച്ചാൽ 50% പേര് പോവുക. 50% പേര് പോവല്ല. അത്തരം കാര്യം ഇവിടെ ഉള്ളു. പിന്നെ രാജ്യങ്ങളുടെ അതിർത്തിയൊക്കെ നമ്മളെ ഉണ്ടാക്കിയതാണ്, മനുഷ്യർ തന്നെ നിർമ്മിച്ചതാണ്. നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുക, കുറച്ചുകൂടി വിശാലമായിട്ട് എന്ത് ചെയ്യുക, ലോകത്തെ കാണുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. കാരണം നമ്മൾ കേരളീയർ ഇരുന്നത് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം കേരളത്തിൽ നിന്നുള്ള നിരവധി പേര് എന്ത് ചെയ്യുന്നുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, അവിടെ ജീവിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്, ഒരിക്കലും തിരിച്ചു വരാത്ത ആളുകളുണ്ട്. PR കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഇപ്പോഴും നമ്മുടെയൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന അത്ര വലിയ വിശ്വാസമൊന്നും പറയണ്ട എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതെ ഞാൻ അത് മറ്റൊരു വിഷയമാണ്. ഇപ്പൊ എന്തായാലും ശശി തരൂര് എല്ലാവർക്കും, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ മാതൃകയാവുകയാണ് പല രീതിയിൽ.